കുട്ടികളെ ഇത് കണ്ടോ? ഇത് തൊമര അല്ലെങ്കിൽ തുമര എന്നൊക്കെ പറയുവേ. ഇത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പേരിങ്ങനെയാണെന്ന്. അപ്പം ഞാനിന്ന് തൊമര ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ഒന്നതിൽ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ ഇന്നലെ തന്നെ എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. സാധാരണ എല്ലാവരും ഇങ്ങനെ ഇതുകൊണ്ട് ചാറുകറി വെള്ളക്കറിയൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവുന്നത്. പിന്നെ നമ്മൾ മുമ്പൊക്കെ തെയ്യമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പം അവിടുത്തെ പ്രധാന ഒരു കറിയായിരുന്നു കേട്ടോ ഈ തുമരവെള്ളം. അതിങ്ങനെ തുമര ഇങ്ങനെ വേവിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നമ്മുടെ പറങ്കിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇങ്ങനെ കുരിച്ചിട്ട് വറുത്തിട്ടൊക്കെ ഇടുന്ന വേറെ അതിന് അരപ്പും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തെയ്യത്തിൻ്റെയൊക്കെ സ്ഥലങ്ങളിൽ പോകുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചെറുതാകുമ്പോൾ ഞാനിങ്ങനെ തെയ്യത്തിനൊക്കെ പോകുമ്പോൾ ആ കറി ഇങ്ങനെ അതിങ്ങനെ കുറേ പുഴ പോലെയൊക്കെ ചോറിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് തുമര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ കുറച്ചധികം വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. തുമരയ്ക്ക് കുറച്ചധികം വേവുണ്ട്. പിന്നെ വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം മാറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് വേഗം വെച്ചിട്ടുണ്ട്. വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ മാറ്റി വെച്ചു. ഇനി ഒരു പാനിലോട്ട് കടുക് പൊട്ടിച്ചു. അങ്ങനെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ചതച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കർ അടുപ്പൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ തുമര എടുത്തിരിക്കുന്നത്. അങ്ങനെ വെള്ളം മാറ്റി നമ്മൾ തുമര എടുത്തിട്ട് ഇതിലോട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് കറിവേപ്പിലയും കൂടി അങ്ങിട്ട് നന്നായിട്ട് മൂടി അങ്ങ് വെച്ച് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് ആവി വരട്ടെ. ആവി അങ്ങോട്ട് വരുമ്പം മുളകിൻ്റെതും വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും എല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഇതിന് ഇടുന്നില്ല കേട്ടോ. ചോറ് ചൂടിൻ്റെ അകത്തോട്ട് ഇതിട്ടിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് കഴിക്കണം. ടേസ്റ്റ് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാത്തവരിതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. പിന്നെ മഴക്കാലത്ത് വളരെയധികം ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. ടാറ്റാ.